നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പൊന്നാനിയിൽ ബസ് റൂട്ടുകൾ പുനഃക്രമീകരിക്കുന്നു. പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾ കൊല്ലൻപടിയിലെത്താൻ ബസ് ഉടമകളുമായി നടത്തിയ യോഗത്തിൽ തീരുമാനമായി. 16 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് 15 വർഷം കഠിന തടവും 15,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ. പെരിന്തൽമണ്ണ വലമ്പൂർ പൂപ്പലം പള്ളിയാളിൽ ഫൈസലിനെയാണ് പെരിന്തൽമണ്ണ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് സൂരജ് ശിക്ഷിച്ചത്. മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ മെഡിക്കൽ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകി ലക്ഷങ്ങൾ തട്ടിയ സൂത്രധാരനെ മുംബൈയിൽ വെച്ച് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ പ്രധാന സൂത്രധാരൻ നിസാർ സാഞ്ചെ എന്നയാളെയാണ് മുംബൈയിലെത്തി നിരീക്ഷണം നടത്തി സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത്. കോട്ടയ്ക്കൽ മരവട്ടത്ത് ഉപേക്ഷിച്ച ചെങ്കൽക്വാറിയിൽ പ്ലാസ്റ്റിക്, സ്പോഞ്ച് തുടങ്ങിയ മാലിന്യം വൻതോതിൽ കൂട്ടിക്കത്തിച്ചു. കത്തിച്ചതിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ച് 10 പേർക്ക് ദേഹാസ്വസ്ഥം. പ്രദേശവാസികൾ നൽകിയ പരാതിയെ തുടർന്ന് ഇടപെട്ട കോട്ടയ്ക്കൽ നഗരസഭ ഉടമയ്ക്ക് 25,000 രൂപ പിഴ ചുമത്തി. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണ പ്രവൃത്തികൾ കാരണം പുരുഷന്മാരുടെ വാർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അത്യാഹിത വിഭാഗം മാറ്റി. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സ്ഥലപരിമിതി അനുഭവപ്പെട്ടതോടെയാണ് താൽക്കാലിക മാറ്റമെന്ന് അധികൃതർ പറഞ്ഞു. ചങ്ങരകുളം ചിറവല്ലൂർ തെക്കേക്കെട്ട് കോൾപ്പടവിലെ ബണ്ട് തകർന്ന് കർഷകർ കണ്ണീരിലായി. പൊന്നാനി കോൾ മേഖലയിലെ ചിറവല്ലൂർ തെക്കേക്കെട്ട് കോൾപ്പടവ് ബണ്ടാണ് തകർന്നത്. ഇവിടെ കൃഷി ചെയ്തിരുന്ന 120 ഏക്കർ നെൽകൃഷി നശിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പുൽപ്പറ്റ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാരാപ്പറമ്പ് PB ബിൽഡിംഗിൽ വെച്ച് നടന്ന പരിപാടി സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാർ അലി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി അബ്ദുറഹ്മാന്റെ വീട്ടുപരിസരത്തുമെത്തി മുള്ളൻ പന്നികൾ. കഴിഞ്ഞ ദിവസം രാത്രി വാഹനം ഓടിച്ചു പോകുന്നവരാണ് തിരൂരിലെ മന്ത്രിയുടെ വീടിന് മുൻവശത്ത് 2 മുള്ളൻ പന്നികളെ കണ്ടത്. വാഹനത്തിന്റെ വെളിച്ചം കണ്ടതോടെ മന്ത്രിയുടെ വീട്ടിലെ ഗേറ്റിലേക്കും പരിസരത്തെ സ്കൂളിന് മുന്നിലേക്കും മുള്ളൻ പന്നികളെത്തി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.